അപ്പോൾ എല്ലാവർക്കും ഹായ് ഹലോ വെൽക്കം. ഇന്ന് എൻ്റെ പൊന്നൂൻ്റെ ഹൈ റേഞ്ചിലെ ഡേ 2 ആട്ടോ. നേരത്തെ വിളിച്ചെണീപ്പിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു രാത്രി കിടന്നത്. സോ ഞാൻ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. ആൾ അതിനു മുന്നേ ചാടി എണീറ്റു. വീട്ടിലാണെങ്കിൽ അങ്ങനെ എണീക്കൊന്നുമില്ല. ഇവിടെ കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ട് ചാടി എണീറ്റാട്ടോ. ഇന്ന് താഴത്തെ പറമ്പിലേക്ക് പോകാം, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണേ. എൻ്റെ ടീഷർട്ടാട്ടോ ഇട്ടേക്കുന്നത്. അത് പക്ഷേ പുള്ളിക്കാരിക്ക് അത് കംഫർട്ടബിളാണ്, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ താഴത്തെ പറമ്പിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. കൊക്കോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. കൊക്കോ ഉണ്ട്, കശുവണ്ടി കിട്ടുവാണെങ്കിൽ അതും കൂടെ പെറുക്കണം. പിന്നെ അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്കിതാ ഈ ഒരു ഏരിയയിലേക്ക് വരാനാണ് ഭയങ്കര ഇഷ്ടം. മൊത്തത്തിൽ ഇന്ന് ഇരുട്ടായിട്ട് കാട് പിടിച്ച് നല്ല പകൽ സമയമാണെങ്കിൽ പോലും ഇവിടെ നല്ല ഇരുട്ടായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാട് പിടിച്ചൊന്നുമല്ല കിടക്കുന്നത്, എന്നാൽ ഈ കൊക്കോയുടെ ഇല വീഴുമ്പം അത് ഉണങ്ങി കരിഞ്ഞ് നിലത്ത് കിടപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മളത് സൂക്ഷിച്ച് നടന്നാൽ മതി. കുഞ്ഞുത ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വേറെ ആരോടും പുള്ളിക്കാരി അങ്ങനെ കമ്പനി ആവാത്തതാണ്. പക്ഷേ ഇവിടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് വേഗം കമ്പനിയായി കേട്ടോ. പിന്നെ ഇതാ ഈ പാറ ഇത്രയും ഭയങ്കര വലുതായിട്ടോ അത്. കാരണം ഈ ഒരു പറമ്പിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ. ഈ ഏരിയയിൽ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇത്രയും വലിയൊരു സംഭവമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ പെട്ടെന്നൊരു ദുരൂഹത ഫീൽ. ശരിക്കും ഈ ഏരിയ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ മേഘസന്ദേശം സിനിമയിൽ റോസി നിൽക്കില്ലേ, റോസി വന്ന് നിൽക്കുന്ന അതേ ഒരു ഫീലാണ് ഈ ഏരിയയിൽ. പിന്നെ ഇവിടെ നിന്നിട്ട് കുറച്ച് എക്സ്തെറ്റിക് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തു. അവിടെ അവർ രണ്ടുപേരും ഇരുന്നിട്ട് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ചെറിയൊരു തോടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴക്കാലത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണിത്. മഴക്കാലം അല്ലാഞ്ഞിട്ടും കൂടെ ഇച്ചിരി ചെറിയ ചെറിയ മീനുകളും ഇച്ചിരി വെള്ളമൊക്കെ ഉള്ളൂ. പിന്നെ അതാ വെള്ളത്തിലാശാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ അങ്ങനെയാണ് വിളിക്കുക അതിനെ. അങ്ങനെ ചെറുപ്പം പോലെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് കൊക്കോക്ക, കശുമാമ്പഴം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് പയ്യെ വീട്ടിലേക്ക് പോകാം. ചെറിയ തോടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ടെറേറിയം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടുന്ന് കിട്ടുമോ എന്ന് ഞാനിങ്ങനെ കുറച്ച് തപ്പി. പിന്നെ വിഷുവിൻ്റെ ടൈമായിരുന്നു. നമ്മുടെ കണിക്കൊന്നയൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട്. പൊന്നൂന് മണ്ണി കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതേ പാത്രങ്ങളൊക്കെ എടുത്ത് അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കളിച്ചോട്ടെ, ഇപ്പോഴല്ലേ കളിക്കാൻ. കറി വയ്ക്കാനുള്ള സാധനങ്ങളും വെള്ളമൊക്കെ എടുത്തു കൊടുത്ത അമ്മ കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് ഓടിപ്പാഞ്ഞിടന്ന് കളിക്കാനും പറ്റും, മണ്ണിലൊക്കെ കളിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് കളിച്ചോട്ടെ. എന്താ അത്? അതിനകത്ത് എന്താ? കപ്പിലെന്താ? പിന്നെ അമ്മയുടെ കൊക്കോ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ കളക്ട് ചെയ്ത സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അത് വെയിലത്തിട്ടൊന്ന് ഉണങ്ങി ഒക്കെ എടുക്കണം. പണ്ട് ഈ സാധനം തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിനുള്ളിലെ പരിപ്പ് അത് കിട്ടിയാൽ പിന്നെ ഞാൻ വിടാറില്ല. അങ്ങനെ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. പൊന്നൂനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതരനുള്ള കുരു ഉള്ളതുകൊണ്ട് ഡേഞ്ചർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കടിച്ചു നോക്കിയിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് നക്കി നോക്കിയോ എന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുരു ഉള്ളതുകൊണ്ട് ഞാൻ അധികം കൊടുത്തില്ല. പിന്നെ അതുപോലെ കശുവണ്ടിയും പിന്നെ ജാതിയുടെ കുരുവും ഒക്കെ ഉണങ്ങി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഇതേ പൊന്നിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അമ്മ ഇത് വെട്ടുന്നതും നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വീഡിയോ എടുത്ത് വൈറലാക്കാൻ വേണ്ടിയല്ലേ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ സഹായിക്കാതെ നോക്കിയിരിക്കുന്നത് വേറൊന്നും കണ്ടല്ല. ഞാൻ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാവും. പൊന്നിന് എന്തായാലും കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പെട്ടെന്ന് ഇവിടെ ആയിട്ട് അറ്റാച്ച്മെൻറ്റ് ആയി പുള്ളിക്കാരിക്ക്. ചിത്തു പിന്നെ അമ്മ അവിടെ പെസഹാപ്പം ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ പുകയുള്ള അടുപ്പൊന്നും പൊന്നു കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പുക വരുമ്പോൾ പുള്ളിക്കാർ നേരെ ടെറസിലേക്ക് ഓടി ഇതിലേ ആ പുക വന്നെന്ന് നോക്കി അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. കോമഡി ആയിരുന്നു. എന്തായാലും രാത്രിയായി, നാളെ പോകണം. അതിനുവേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പോകണില്ല, ഞാൻ ചിറ്റയുടെ കൂടെ ഇനി മലപ്പുറത്തേക്ക് വരിക, എനിക്കിവിടുന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. എന്ന് ഞാൻ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ച് വെച്ചതേ ഉള്ളൂ. എൻ്റെ അമ്മയെ പാവം. ഓക്കെ, അപ്പം ഇനി തിരിച്ച് പാക്ക് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.